ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് വേനൽ മഴ കിട്ടി. അപ്പോൾ പെട്ടെന്നുള്ള ഇതാണ് കാണുന്നത്. നമ്മൾ വേനൽ മഴ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തിനുള്ളിൽ കാപ്പിയെല്ലാം പൂത്ത് കാപ്പിത്തോട്ടം എല്ലാം ഇങ്ങനെ വെള്ള കളറിൽ, വെള്ളയും പച്ചയും കൂടെ കളറിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് എന്തോ ഭംഗിയെന്നറിയോ. പിന്നെ അതിൻ്റെ കൂടെ നല്ല മണവും കൂടെ ആയിരിക്കും. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ റോഡിൽ കൂടെ പോയാൽ തന്നെ, തോട്ടത്തിൻ്റെ അടുത്തുകൂടെ പോയാൽ തന്നെ ഭയങ്കര മണമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുരുമുളക് പറിക്കുന്നതിന് പണിക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ കുരുമുളകും പറിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുരുമുളക് പഴുത്ത് താഴെ വീണ് മൊത്തം പോവും. അപ്പോൾ അതുകൊണ്ട് കുരുമുളകും പറിപ്പിച്ചു. അപ്പം ഞാൻ കുരുമുളക് പറിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ തോട്ടത്തിലോട്ട് ഇറങ്ങി നോക്കുമ്പോഴാണ് ഇങ്ങനെ പിന്നെ കാപ്പി ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണുന്നത്. അപ്പോൾ അത് പൂത്തിട്ടില്ല, അത് മൊട്ടായിട്ടിരിക്കുക. ആ മൊട്ട് കണ്ടു കഴിഞ്ഞാൽ ഓരോ മൊട്ടുകളും നമ്മളിങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പിച്ചിയില്ലേ, പിച്ചി മൊട്ടിൻ്റെ കണക്ക് തന്നെ ഇരിക്കും. അല്ലെങ്കിൽ പണ്ടത്തെ അരിമുല്ലയുണ്ട്, അരിമുല്ലയുടെയൊക്കെ കണക്കാണ് ആ മൊട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പൂക്കുമ്പോഴും ഈ അരിമുല്ല പൂത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അരിമുല്ലയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുമെന്ന് അറിയത്തില്ല, അതേ രീതിയിലിരിക്കും. പിന്നെ അതേ രീതിയിലുള്ള മണമാണ്. അയ്യോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മണമാണ്. കാരണം നമ്മൾ തോട്ടത്തിൽ പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ രാത്രി ആകുമ്പോൾ വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ എന്തോ മണമെന്നറിയോ. ഓരോ വിരിയുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഭയങ്കര മണോ. ഇതിപ്പോൾ വിരിഞ്ഞു കണ്ടില്ലേ, ഒരു കൊലയിൽ തന്നെ കുറേ പൂക്കളുണ്ടാവും. അതിനകത്ത് അത് അരിമുല്ലയുടെയൊക്കെ ഒരു പൂ വിരിഞ്ഞിരിക്കുന്നതാണൊക്കെ അതിൻ്റെ പൂ വിരിഞ്ഞിരിക്കുന്നത്. ഇത് വേറൊരു ഇനം കാപ്പിച്ചെടിയാണ്. ഇത് കുറച്ച് ഉയരത്തിലൊക്കെ പോയിട്ട് വലിയ ഇലകൾ ആവുന്ന കാപ്പിച്ചെടിയാണ്. പിന്നെ അപ്പോൾ കുരുമുളക് കുറച്ച് പറിച്ചുകൊണ്ട് വന്നിട്ട് അവർ അത് ചവിട്ടുന്നുണ്ട്. ചവിട്ടി മെതിച്ചിട്ട് വേണം അത് കൊണ്ടുപോയിട്ട് വെയിലത്തിടാൻ. അപ്പം ചവിട്ടി മെതിച്ച് അതെല്ലാം ക്ലീനാക്കിയെടുക്കും. അതിൻ്റെ ആ തിരിയൊക്കെ എടുത്ത് കളഞ്ഞ്, തിരി സാധാരണ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തിരിയൊക്കെ എടുത്തിട്ട് ആ തിരി എല്ലാം കൂടെ നമ്മൾ റോഡിൽ നടക്കുന്ന വഴിയിൽ കൊണ്ടുവന്ന് ഇടാറുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പണ്ട് തൊട്ടേ ഞങ്ങൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കൊണ്ടുപോയിട്ട് അതേപോലെ തന്നെ കൊണ്ടുപോയി വഴിയിൽ കൊണ്ടുവന്ന് ഇട്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ, ഈ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും അതെന്തുകൊണ്ടാണെന്നൊക്കെ അറിയാമെങ്കിൽ ഒന്ന് പറയണേ, എന്തിനാണെന്നുള്ളത്. ആ തിരി റോഡിലൊക്കെ കൊണ്ടുവന്ന് ഇടുന്നത്. ഇത് കണ്ടില്ലേ, പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എല്ലായിടും പൂവായി. എല്ലാ കാപ്പിയും പൂത്ത് നല്ല തേനീച്ചയും അതിനകത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തേനീച്ചയുടെ മയമായിരിക്കും, ഫുള്ള് തേനീച്ചയായിരിക്കും അത്. അപ്പോൾ കാണാൻ എന്ത് ഭംഗിയെന്നറിയോ. പച്ചയും വെള്ളയും കൂടെ കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ നാട്ടിലുള്ളവർക്കൊന്നും അറിയത്തില്ലായിരിക്കും കാപ്പി പൂത്താലുള്ള മണവും അതിൻ്റെ ഭംഗിയും ഒക്കെ. അത് കണ്ട് തന്നെ അറിയേണ്ടുള്ളതാണ്. അങ്ങനെ കുരുമുളക് ഞാൻ ഉണക്കാനിട്ടു. 2 ദിവസത്തെ ഉണക്കായേ ഉള്ളൂ. ഇനിയും 2 ദിവസവും കൂടെ ഉണങ്ങണം. ഉണങ്ങിയാൽ മാത്രമേ നല്ല ഉണങ്ങി പൂപ്പലൊന്നും വരാതിരിക്കുകയുള്ളൂ. ഇത് ഒരു ടിപ്പുണ്ട്. നല്ല കറുത്ത കുരുമുളക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ദിവസം ഉണക്കുമല്ലോ, ഉണക്കിയിട്ട് അത് വീണ്ടും എടുത്ത് നല്ലോണം പൊതിഞ്ഞ് കെട്ടി രാത്രിയിൽ വെക്കണം. പൊതിഞ്ഞ് കെട്ടി വെക്കുമ്പോഴത്തേന് അതിന് നല്ല ചൂട് കയറിയിട്ട് നല്ല കറുത്ത കളറാവും. അപ്പോഴാണ് കുരുമുളകിന് നല്ല കറുത്ത കളർ കിട്ടുന്നത്. പിന്നെ ചിലർ അത് ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഇട്ടിട്ട് പിന്നെ അതിനെ ഇട്ട് ഉണക്കുമെന്ന് പറയുന്നത് കേൾക്കാം. അപ്പോഴും നല്ലതെന്ന് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.